ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് സീരീസാണ് ഞാൻ ഇന്നോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഒരു 4 ആഴ്ചയൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ ഒരു വർക്കൗട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് വർക്കൗട്ട് മാറ്റി ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ദിവസം ചെയ്യേണ്ട വർക്കൗട്ട് എന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ്. അത് തിങ്കളാഴ്ചയാണ് നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച ചെയ്യേണ്ടത് ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ്. അപ്പം ചെസ്റ്റ് വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് വലിയ ഒരു എക്യുപ്മെൻറ്റ്സ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഡംബൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വർക്കൗട്ട് എന്ന് പറയുന്നത് നോർമൽ പുഷപ്സ് ആണ്. നോർമൽ പുഷപ്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫ്ലോറിൽ നിങ്ങളുടെ കൈ വിത്ത് ഷോൾഡർ ലെവലിൽ വെക്കാം. അതിനൊക്കെ തന്നെ കൈയുടെ എൽബോ ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റ് ഫോമിൽ ചെയ്യുക. നിങ്ങൾ താഴുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് ഫ്ലോറിലോട്ട് മുട്ടുന്ന രീതിയിൽ നിങ്ങൾ താഴാനായിട്ട് ശ്രമിക്കുക. അപ്പ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഉയർന്നിട്ട് നല്ല രീതിയിൽ ചെസ്റ്റിനെ സ്ക്വീസ് ചെയ്യുക. ഇതേപോലെ അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്കൊരു 15 റപ്സിൻ്റെ 3 സെറ്റ് ചെയ്യാം. അത്രയും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 തൊട്ട് 12 റപ്സ് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. 3 സെറ്റ് ചെയ്യുക. അടുത്തായിട്ട് രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് വൈഡർ പുഷപ്സ് ആണ്. നിങ്ങളുടെ കൈ ഇതേ കണക്ക് നിങ്ങൾക്ക് അകത്തി വെക്കാം, അല്പം അകത്തി വെക്കണം ഇതേപോലെ. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പുഷപ്സ് പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ മാക്സിമം താഴുന്ന സമയത്ത് ഫ്ലോറിലോട്ട് മുട്ടുന്ന രീതിയിൽ നമ്മുടെ ചെസ്റ്റിനെ കൊണ്ടുവരിക. അപ്പ് ചെയ്യുമ്പം നല്ല രീതിയിൽ ചെസ്റ്റിനെ സ്ക്വീസ് ചെയ്യുക. മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ ചെസ്റ്റിലോട്ട് കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് സ്ക്വീസ് ചെയ്യുക. ഓക്കെ, വളരെ സാവധാനം താഴാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് 15 റപ്സിൻ്റെ 3 സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട്. ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ട് ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ വർക്കൗട്ട് ചെയ്യാനായിട്ട് കൈ നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ ഇത്ര മാത്രം നിങ്ങൾ അടുപ്പിച്ച് വെക്കുക. ഓക്കെ, ഒരുപാട് വൈഡും അല്ല, നോർമൽ പുഷപ്സിൻ്റെ രീതിയുമല്ല, അതിൽ നിന്നും ഒരല്പം അടുപ്പിച്ച് ഇതേപോലെ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് അടുപ്പിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പുഷപ്സ് പരിശീലിക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ ചെയ്യുക. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങളുടെ ചെസ്റ്റിന് നല്ല ഒരു എക്സസൈസാണ്. നിങ്ങൾ ഒരു 15 റപ്സിൻ്റെ 3 സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഫോളോ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരു 4 ആഴ്ച നിങ്ങൾ ഞാൻ ഈ കാണിച്ചിരുന്ന വർക്കൗട്ടുകൾ ഫോളോ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ നാലാമത്തെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൈൻ പുഷപ്സ് ആണ്. നിങ്ങളുടെ കാല് നമുക്ക് ഉയർത്തി വെക്കാം. ഓക്കെ, ഒരല്പം പൊക്കത്തിലോട്ട്, ഒരു ചെയറിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബെഡിലോട്ടോ ഒരു കസേരയിലോട്ടോ എങ്ങോട്ടെങ്കിലും നിങ്ങൾ ഉയർത്തി വെക്കുക. നിങ്ങളുടെ ആ ഒരു ബോഡി ലെവൽ എന്ന് പറയുന്നത് താഴോട്ടും നിങ്ങളുടെ കാല് മുകളിലോട്ടും ആയിരിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പൊസിഷൻ. ഇതേപോലെ. അതിനുശേഷം നിങ്ങൾക്ക് വളരെ സാവധാനത്തിൽ താഴോട്ട് വരാം. മാക്സിമം ഫ്ലോറിലോട്ട് മുട്ടിപ്പിക്കുക. നമ്മുടെ ചെസ്റ്റിനെ ആ ഒരു തട്ടിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് പോകാം. അതിനുശേഷം നമ്മൾ അപ്പ് ചെയ്ത് മാക്സിമം ചെസ്റ്റിനെ സ്ക്വീസ് ചെയ്യുക. ഓക്കെ, വളരെ സാവധാനത്തിൽ. ഇതേ കണക്ക് നിങ്ങൾക്ക് ഒരു 12 റപ്സിൻ്റെ ഒരു 3 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം 4 നമ്മുടെ പുഷപ്സിൻ്റെ വേരിയേഷൻസ് കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഞാനിപ്പം ഡംബിൾസാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഡംബിൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇഷ്ടിക ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിപ്പം 10 കിലോ ഡംബിൾസ് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് റപ്സ് കുറച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇഷ്ടിക ഉപയോഗിക്കുന്ന സമയത്ത് വെയിറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഒരു 25 റപ്സെങ്കിലും ഓക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ 3 സെറ്റ് ചെയ്യുക. ഇതേപോലെയാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ എൽബോ മടങ്ങി ബെൻഡായിട്ട് ഫ്ലോറിൽ കൊണ്ടുവന്നിട്ട് മുട്ടിക്കുക. ഇതേപോലെ ചെസ്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുക. ചെസ്റ്റിനെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. ഇതേപോലെ. അതിനുശേഷം ഡംബിൾസ് ഇതേപോലെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇത് ചെസ്റ്റ് ഫ്ലൈസ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. വളരെ നല്ല ഒരു എക്സസൈസാണ് ചെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടിക ഉപയോഗിച്ചുകൊണ്ടും ഈ ഒരു വർക്കൗട്ട് ചെയ്യാം. ഇഷ്ടിക ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ റപ്സ് കൂട്ടി ചെയ്യുക. 3 സെറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ഫൈനൽ വർക്കൗട്ടിലോട്ട് പോവാം. ഫൈനൽ വർക്കൗട്ട് എന്ന് പറയുന്നത് ഡംബൽ ക്ലോസ് ഗ്രിപ്പ് ചെസ്റ്റ് പ്രസ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ഇത് ഞാൻ ഡംബിൾസ് ചേർത്ത് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ചുടുകട്ടയാണെന്നുണ്ടെങ്കിൽ ആ ചുടുകട്ട നല്ല ബലത്തിൽ നിങ്ങൾ ചേർത്ത് പിടിക്കുക 2 കൈകൾ കൊണ്ടും. അതിനുശേഷം സാവധാനത്തിൽ നിങ്ങൾക്ക് ഇതേ കണക്ക് താഴോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് മുട്ടിക്കാം. അപ്പ് ചെയ്യാം. വളരെ സാവധാനത്തിൽ താഴോട്ട് കൊണ്ടുവരാം. അപ്പ് ചെയ്യാം. ഇതേപോലെ. ഓക്കെ, ഇത് നല്ല ഒരു വർക്കൗട്ടാണ് ചെസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മൾ അപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ആ ഒരു ചെസ്റ്റിലോട്ട് നല്ലൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കണം. ആ ചെസ്റ്റിലോട്ടൊരു പെയിൻ നമുക്ക് കിട്ടണം. ഓക്കെ, അതേ കണക്ക് വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ചെസ്റ്റിന് വേണ്ടി ചെയ്യാവുന്ന 6 വർക്കൗട്ടുകൾ. 4 പുഷപ്സിൻ്റെ വേരിയേഷൻസും 2 നമുക്ക് വെയിറ്റ് വെച്ച് ചെയ്യാവുന്ന വർക്കൗട്ടുകളും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ച ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, നിങ്ങളുടെ ചെസ്റ്റ് ദിവസം തിങ്കളാഴ്ച ആവട്ടെ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. അപ്പം ഡംബിൾസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡംബിൾസൊക്കെ മേടിച്ച് വീട്ടിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.